മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പരാമർശത്തിനെതിരെ സ്പീക്കർക്ക് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ കത്ത്. ഒരംഗത്തിന്റെ ഉയരക്കുറവിനെക്കുറിച്ച് മുഖ്യമന്ത്രി നടത്തിയ പരാമർശം ബോഡി ഷെയ്മിംഗ് ആണെന്നും പരാമർശം പിൻവലിച്ച് മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും അല്ലെങ്കിൽ സഭാ രേഖകളിൽ നിന്ന് പരാമർശം പിൻവലിക്കണമെന്നും കത്തിൽ പറയുന്നു. ഉയരക്കുറവുള്ള എല്ലാവരോടും പുച്ഛമാണോ എന്ന് മുഖ്യമന്ത്രി പറയണമെന്നും വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഞങ്ങൾ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം നടത്തിയ പ്രസംഗത്തിൽ വളരെ മോശമായ ഒരു അഭിപ്രായ പ്രകടനം നടത്തി. കണ്ണൂര് പറഞ്ഞു കേൾക്കുന്നത് പോലെ എട്ടുമുക്കാൽ അട്ടിവെച്ചതുപോലെ പൊക്കം കുറഞ്ഞ ഒരാളാണ് ഈ സമരത്തിൽ തള്ളിക്കേറിയത്. അയാൾക്ക് ഒരു ആരോഗ്യമില്ല, അസംബ്ലിയുടെ പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ചെയ്തതെന്ന്. ഉയരം കുറഞ്ഞ ആളുകളെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പുച്ഛമാണോ? ഉയരം കുറഞ്ഞ ആളുകളോട് അദ്ദേഹത്തിന് എന്താ ഇത്ര ഒരു ദേഷ്യവും ഒരു അവജ്ഞയും? ഇത് ബോഡി ഷെയ്മിംഗ് ആണ്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു വാചകമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ സ്പീക്കർക്ക് കത്തുകൊടുക്കുകയാണ്. ഒന്നുകിൽ മുഖ്യമന്ത്രി പിൻവലിക്കണം, അല്ലെങ്കിൽ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. മുഖ്യമന്ത്രി അത് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് എന്റെ അഭ്യർത്ഥന. ഇത് CPM പല പ്രാവശ്യമായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇതിനു മുമ്പ് മന്ത്രി വാസവൻ ഇതുപോലെ ഒരു പരാമർശം നടത്തി. അമിതാഭ് ബച്ചനെ പോലെ ഇരുന്ന കോൺഗ്രസ് ഇപ്പൊ ഇന്ദ്രൻസിനെ പോലെ ആയി എന്നൊരു പരാമർശം. ഇന്ദ്രൻസ് എന്താ മോശക്കാരനാണോ? ഞങ്ങൾക്കെല്ലാം ഇഷ്ടമാണ് ഇന്ദ്രൻസ്. അദ്ദേഹം നല്ല നടനാണ്, മികച്ച നടനാണ്. അപ്പൊ പുച്ഛമാണ് ഇവർക്ക്. അന്ന് വാസവൻ അത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞു. ഞാനൊന്ന് ബോധ്യപ്പെടുത്തി. ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ ഉയരക്കുറവിനെ അധിക്ഷേപിച്ച് സംസാരിക്കുകയാണ്. സുപ്രീം കോടതി വിധി വരെയുണ്ട്. പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള വാചകമാണ്. ബോഡി ഷെയ്മിംഗ് ആണ് നടത്തിയത്. അതിനു മുമ്പ് നടത്തിയ പാർലമെന്ററി കാര്യമന്ത്രി നമ്മുടെ ഉമാ തോമസിന്റെ രോഗത്തെക്കുറിച്ചും അവർക്ക് ആരോഗ്യമില്ലാത്തതിനെ കുറിച്ചും അവരെ മുമ്പിൽ നിർത്തിയിട്ടാണ് നമ്മൾ അവരെ കവചമാക്കിയിട്ടാണ് സമരം ചെയ്തത്. ആ പ്രസ്താവനയും പിൻവലിക്കണം. അവര് ആരോഗ്യവതിയായിട്ടാണ് നിയമസഭയിലേക്ക് വന്നിരിക്കുന്നത്. രോഗമെല്ലാം മാറി. അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് പാർലമെന്ററി കാര്യമന്ത്രി പ്രത്യേകിച്ച് ഉത്കണ്ഠപ്പെടേണ്ട. അവരുടെ അനാരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞും ഒക്കെ അങ്ങനെ പറയാൻ പാടില്ല. ഒരാളുടെ അനാരോഗ്യത്തെക്കുറിച്ചോ ആരോഗ്യത്തെക്കുറിച്ചോ ഒന്നും നിയമസഭ പോലുള്ള ഒരു വേദിയിൽ പറയാൻ പാടില്ല. പാർലമെന്ററി കാര്യമന്ത്രി പറഞ്ഞതും പിൻവലിക്കണം. രണ്ടും തെറ്റാണ്, ഗുരുതരമായ തെറ്റാണ്. അവരെ തള്ളിമാറ്റിയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ ഓച്ചാൻവാർ. ഇവരൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ പുതിയ കാലത്തെക്കുറിച്ചൊന്നും അറിയില്ലേ? ഏത് നൂറ്റാണ്ടിലാണ് ഇവരൊക്കെ ജീവിക്കുന്നത്? ഇവർ വലിയ പുരോഗമനകാരികളാണെന്നൊക്കെ പറയുകയും ചെയ്യുക. വായ് തുറന്ന ഇതുപോലത്തെ വർത്തമാനം വരുള്ളൂ. മിഡ്കോ ദി നെറ്റ് സോഫ്റ്റ്വെയർ പാർക്ക് താണ, കണ്ണൂർ.